തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മാതാവും കുട്ടിയും മരിച്ച സംഭവത്തിൽ അക്യുപങ്ക്ചർ ചികിത്സ നൽകിയ ഷിഹാബിനായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും. ഷമീറയുടെ ഭർത്താവ് നയാസിനെ ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ആശുപത്രിയിലെത്തിക്കാതെ ഷമീറയ്ക്ക് അക്യുപങ്ക്ചർ ചികിത്സ നൽകിയ ഷിഹാബിന്റെ വെഞ്ഞാറമൂടുള്ള വീട്ടിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഒളിവിൽ പോയ ഷിഹാബിനായുള്ള അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നാണ് മാതാവും കുട്ടിയും മരിച്ചതെന്ന് വ്യക്തമായതിന് പിന്നാലെ ഷമീറയുടെ ഭർത്താവ് നയാസിനെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, നവജാത ശിശുവിന്റെ മരണം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയ നയാസിനെ കോടതി റിമാൻഡ് ചെയ്തു. പ്രസവ സമയത്ത് ഷമീറയ്ക്കൊപ്പമുണ്ടായിരുന്ന നയാസിന്റെ ആദ്യ ഭാര്യയെയും അക്യുപങ്ക്ചർ വിദ്യാർത്ഥിയായ മകളെയും കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസ് നീക്കം. അതേസമയം വീട്ടിൽ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന വ്യാജ ചികിത്സാ സംഘങ്ങൾക്കെതിരെയും അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. 24 തിരുവനന്തപുരം.